വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അർജുനായി തിരച്ചിൽ നടക്കുന്ന ഗംഗാവലി പുഴയിൽ നിന്ന് അസ്ഥി കണ്ടെത്തി. മനുഷ്യന്റേതിന് സമാനമായ അസ്ഥിയാണ് കണ്ടെത്തിയത്. കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി അർജുനായുള്ള തിരച്ചിൽ നടക്കുകയാണ് ഗംഗാവലി പുഴയിൽ. ഇപ്പോൾ ഒരു അസ്ഥി ആ പുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു. അത് ആരുടേതാണ്? സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ? ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ബൈജു? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. ആ ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മനുഷ്യ സമാനമായ ഒരു അസ്ഥി ലഭിച്ചിരിക്കുന്നത്. കാലിന്റെ ആണോ കൈയുടെ ആണോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. എന്നാലും ഈ അസ്ഥി ഇപ്പോൾ DNA പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നു. ന്യൂസ് 18 ആ ദൃശ്യം ആദ്യം തന്നെ പുറത്തുവിടുന്നു. എന്തായാലും മനാഫ് നമ്മോടൊപ്പം ചേരുകയാണ്. മനാഫ് ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായ സമയത്താണ് ആ അസ്ഥി ലഭിച്ചത്. മനാഫ്, എന്താണ് ആ അസ്ഥി? ഒരു അസ്ഥി ഡർജറില് CP4 എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ചിട്ട് മണ്ണ് മാന്തിക്കൊണ്ട് നിൽക്കുമ്പം മണ്ണ് മാന്തുന്ന ആ ബക്കറ്റിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെതെന്നുള്ള തോന്നലുള്ള ഒരു അസ്ഥി കയറി വന്നിട്ടുണ്ട്. അതിന് കൂടുതൽ പരിശോധനക്കായിട്ട് ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റേ DNA ടെസ്റ്റ് നടന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ DNA പരിശോധനയിൽ മാത്രമേ ഇത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 3 പേരാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. നമ്മുടെ അർജുന്റെ ലോറി ഉണ്ട് എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നാണ് ഈ അസ്ഥി കിട്ടിയത്, അല്ലേ? അതെ, അവിടെ കൈയിൻ്റെതോ കാലിൻ്റെതോ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഒരു അസ്ഥി കൂടാണ് കിട്ടിയത്. CP4 ഡോക്ടർ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത്. അതെ, നമ്മളിപ്പോൾ